പ്രൈസ് ദ ലോർഡ്. രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യത്തിൽ വസിക്കുന്നവനായ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം രാത്രി അറിയിക്കട്ടെ. ഇന്നത് വായിക്കാൻ പോകുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യമാണ് വായിക്കാൻ പോകുന്നത്. അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ എൻ്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളകാമെന്ന് കർത്താവ് മോശയോട് പറയുന്നു. അതായത് നമുക്ക് കാണാൻ കഴിയുന്നത് പുറപ്പാട് പുസ്തകത്തിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് കയറിപ്പോയതായ ഒരു മോശയെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. മോശ ഭയങ്കര സൗമ്യതയുള്ളൊരു വ്യക്തിയാണെന്നൊക്കെ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മോശ വെളിപ്പാടിൽ സ്വർഗത്തിലേക്ക് കടന്നു പോയപ്പോൾ മോശയോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒന്ന് വിശുദ്ധീകരിക്കാൻ പോവുകയാണ്, നീ വിശുദ്ധീകരണം പ്രാപിക്കണം, അല്ലെങ്കിൽ നീ ശുദ്ധീകരണം പ്രാപിക്കണം. മോശയോട് ദൈവം ആദ്യമായിട്ട് പറഞ്ഞ അരുളപ്പാട് ഇതാണ്, നിനക്ക് ശുദ്ധിയില്ല, അതുകൊണ്ട് നീ ശുദ്ധീകരണം പ്രാപിക്കാതെ എൻ്റെ അടുക്കലേക്ക് കടന്നു വരാൻ നിനക്ക് സാധിക്കത്തില്ല എന്ന് പറയുന്നു. എന്നാൽ നമുക്ക് രണ്ടാമതായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അപ്പോൾ ഇത് രണ്ട് വ്യത്യാസമാണ് ഇവിടെ കാണുന്നത്. കർത്താവ് അബ്രഹാമിനോട് എൻ്റെ ശക്തിയെ ഞാൻ നിന്നെ കാണിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതായത് ഞാൻ സർവശക്തനായ ദൈവമാണെന്ന്. മോശയോട് പറഞ്ഞത് ഞാൻ എൻ്റെ വിശുദ്ധിയെ നിന്നെ കാണിക്കും. അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സർവശക്തിയെ നിന്നെ കാണിക്കും. അതുമാത്രമല്ല, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ഞാൻ സർവശക്തനായ ദൈവമായിട്ട് നീ നിഷ്കളങ്കതയോടെ എൻ്റെ മുമ്പാകെ നടക്കണം. നടപ്പിലും പ്രവൃത്തിയിലും നോട്ടത്തിലും സംസാരത്തിലും എല്ലാം നിഷ്കളങ്കത ഉള്ളവനായി തീരണം എന്നാണ് അബ്രഹാമിനോട് കർത്താവ് പറയുന്നത്. അതനുസരിച്ച് അബ്രഹാം ദൈവം പറഞ്ഞ സ്ഥലങ്ങളിലേക്കും മലകളിലേക്കും അതുപോലെ തന്നെ ഓരോരോ സ്ഥലങ്ങളിലേക്കും പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാം ദൈവത്തെ അനുസരിച്ച്, മോശയും ദൈവം പറഞ്ഞതനുസരിച്ച് മോശയെ ദൈവം വിശുദ്ധീകരിക്കുന്ന അവരുടെ സീനായ് പർവ്വതത്തിൻ്റെ ഉടമ്പടിയിലേക്ക് കടന്നു ചെന്നപ്പോഴവിടെ വെച്ച് മോശയെ ദൈവം വിശുദ്ധീകരിച്ചതുപോലെ ഈ നാളുകളിൽ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ വിശുദ്ധീകരണം പ്രാപിപ്പാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഈ നാളുകളിൽ എപ്രകാരം വിശുദ്ധി പ്രാപിക്കണോ, അല്ലെങ്കിൽ സർവ്വശക്തിയുള്ള ദൈവത്തെ പിൻപറ്റണം, ആ ശക്തി നമുക്കൊന്ന് കാണുവാൻ കഴിയുമോ, നമ്മുടെ കണ്ണുമുമ്പിൽ കർത്താവിന് മുമ്പിൽ നിഷ്കളങ്കതയോടെ ജീവിപ്പാൻ കഴിയുമോ, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകമായ ഒരു ദൈവ കൃപാവരം പ്രാപിച്ചെടുക്കാൻ നമ്മൾ തയ്യാറാണോ, റെഡിയാണോ? നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിൻ്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടണമെങ്കിൽ ദൈവം ശക്തമായി ശന്തൽപ്പെടണം. ആമേൻ. ഡബൽ കടകലാതി കക്ഷക്കടകല സന്ദർഭ പ്രൈസ്തലോട് ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ തിരുക്കരത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിക്കപ്പെടുവാൻ ദൈവം നമ്മെ